ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഏതാനും ചോദ്യങ്ങളെ ഉൾപ്പെടുത്തി ഓഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് സമ്പൂർണ്ണ മാലിന്യ മുക്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പ്രഖ്യാപനം നടന്നത് എന്നാണ്? അത് മാർച്ച് 30-ന്. ഭൂകമ്പം നടന്ന മ്യാൻമറിൽ സഹായമെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ. ഭൂകമ്പം നടന്ന മ്യാൻമറിൽ സഹായമെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഗാർഹിക ജലദൗർലഭ്യം ഏറ്റവും കുറഞ്ഞ ജില്ലയായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? ഗാർഹിക ജലദൗർലഭ്യം ഏറ്റവും കുറഞ്ഞ ജില്ല കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ പ്രഖ്യാപിച്ചത് കോട്ടയം ജില്ലയാണ്. കോട്ടയം. ഏത് വിക്ഷേപണ വാഹനത്തിനു വേണ്ടിയാണ് ISRO സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത്? അത് LVM. ഏത് വിക്ഷേപണ വാഹനത്തിന് വേണ്ടിയാണ് ISRO സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചതാണ്? LVM. നെക്സ്റ്റ്, 1956 വ്യാവസായിക നയ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിയായത് മാത്രം നമുക്ക് നോക്കാം. സമ്പദ്ഘടനയുടെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടത്. ഒരു സോഷ്യലിസ്റ്റ് ഘടന നിർമ്മിക്കാൻ ശ്രമിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഇതൊരു അടിത്തറയായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികളുടെ സവിശേഷതയായിരുന്നു ഇറക്കുമതി ബദൽ തന്ത്രത്തിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഇറക്കുമതി ബദൽ, തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത്. അടുത്തത്, കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അത് ബാങ്ക് നിരക്ക് എന്നാണ്. ശരിയായ പ്രസ്താവനകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്ത്യയുടെ GDPയിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവന 90-91 34.9% കുറഞ്ഞു എന്നുള്ളതും, ഇന്ത്യയുടെ GDPയിൽ വ്യവസായ മേഖലയിൽ നിന്നുള്ള സംഭാവന 90-91 24.6% ഉയർന്നു. ഇന്ത്യയുടെ GDPയിൽ സേവന മേഖല സംഭാവന 90-91 40.5 ഇതിലേതാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും, അതായത് ഒന്നാമത്തും രണ്ടാമത്തും മൂന്നാമത്തെയും ശരിയായിട്ടാണ്. ഇന്ത്യയുടെ DGPയിലെ കാർഷിക മേഖല 90-91 34.9% കുറഞ്ഞു. ഇന്ത്യയുടെ GDPയിൽ വ്യവസായ മേഖലയിൽ 24.6, സേവന മേഖലയിൽ 90-ൽ 40.5. ചുവടെ നൽകിയവയിൽ ദാരിദ്ര്യം കണക്കാക്കാൻ അവലംബിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? സെൻ സൂചിക, പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, പിന്നെ സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പ്. സെൻ സൂചിക, പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സും സ്ക്വയേർഡ് പോവർട്ടി ഗ്യാപ്പും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ത്യയിൽ 1950കളിലും 60കളുടെ തുടക്കത്തിലും ആസൂത്രണത്തിൽ ഊന്നൽ നൽകിയൊരു സമീപനമാണ് വളർച്ചോന്മുഖ സമീപനം. നെക്സ്റ്റ്, തൊഴിൽ വാർത്തയിലുള്ള ഭരണഘടനാ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനയിൽ ഏത് അനുച്ഛേദപ്രകാരമാണ് 1950 ജനുവരി 25-ന് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? അനുച്ഛേദം 324. അനുച്ഛേദം 324. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? 3. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ്. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്ന് പാർലമെൻ്ററി നടപടികളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻറ്റ് എന്നാണ്. 1950ലെയും 51ലെയും പ്രാതിനിധ്യ നിയമങ്ങൾ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പാസാക്കിയത്? 327.
ഏത് വർഷം മുതലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 2011. സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതികളാണ് 73, 74. സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലെ അനുച്ഛേദമാണ് 243 243 ZA. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപവൽക്കരിച്ച ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 320. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായ വർഷമാണ് 2018. ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിലേക്ക് ഏത് പ്രവിശ്യയിൽ നിന്നാണ് ഡോക്ടർ BR അംബേദ്കർ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത്? ബംഗാളിൽ നിന്നാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവയുടെ തിരഞ്ഞെടുപ്പിലുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. 3. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. 4. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. 5. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കപരിഹാരവും പരിഹരിക്കലും. 6. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലുമാണ്. നെക്സ്റ്റ്, ഏത് ഗാനം ആലപിച്ചുകൊണ്ടാണ് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗം ആരംഭിച്ചത്? അത് വന്ദേ മാതരമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിൽ പതാക അംഗീകരിച്ച വർഷമാണ് 1947 ജൂലൈ 22. 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെ ഇന്ത്യയുടെ പതാക അറിയപ്പെട്ട പേരെന്താണ്? ഫ്ലാഗ് ഓഫ് ഡൊമിനിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഫ്ലാഗ് ഓഫ് ഡൊമിനിയൻ ഓഫ് ഇന്ത്യ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിരുന്ന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി ഇവയൊക്കെയാണ്. അടുത്തത്, ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ഹൗസ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്പീക്കർ ആരായിരുന്നു? GV മൗലങ്കാർ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? KM മുൻഷി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുമ്പോൾ വനിതാ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ദാക്ഷായണി വേലായുധൻ, ദുർഗാബായ് ദേശ്മുഖ്, അമ്മു സ്വാമിനാഥൻ, രാജ്കുമാരി അമൃത് കൗർ, ഹൻസ മേത്ത, സുജീത കൃപലാനി, പൂർണിമ ബാനർജി, ബീഗം ഗുദ്സിയ, എയ്സൽ റസൂൽ, കമല ചൗധരി, ബീഗം ജഹനാര ഷാനവാസ്, ബീഗം ഷെയ്സ്ദ ഇക്രാമുള്ള, സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, മാലതി ചൗധരി, ലീല റായ്. നെക്സ്റ്റ്, 1950 ജനുവരി 24 ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എത്ര വനിതകളാണ്? അത് 11 വനിതകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ആരാണ്? അത് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപപ്പെടുത്തിയ കരട് ഭരണഘടനയിൽ എത്ര ഭേദഗതികളാണ് ശുപാർശ ചെയ്തത്? 7635. ഫെഡറൽ സമ്പ്രദായം, ജുഡീഷ്യൽ പ്രൊവിഷൻസ് തുടങ്ങിയവ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തതും എവിടെ നിന്നാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്? US. സിവിൽ സർവീസിൻ്റെ ഘടനയ്ക്ക് ഇന്ത്യ മാതൃകയാക്കിയത് ഏത് രാജ്യത്തെയാണ്? ബ്രിട്ടൻ. ഗ്രാമങ്ങളിലെ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയം നിർദ്ദേശക തത്വങ്ങളിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അത് ഗാന്ധിയൻ ആശയങ്ങൾ. അയിത്തം നിരോധിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 17. ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണറുടെ പദവി സംബന്ധമായ വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതു നിയമത്തിൽ നിന്നാണ്? 1935 ഇന്ത്യൻ ഗവൺമെൻറ് നിയമത്തിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ ആകെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാക്കുകളുടെ എണ്ണം എത്രയാണ്? 90,000 വാക്കുകളാണ്. ഭരണഘടനയുടെ ഇംഗ്ലീഷ് കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരേൻ റെയ്സാദ. പ്രേം ബിഹാരി നരേൻ റെയ്സാദ. ഏതു തരം കടലാസിലാണ് ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത്? ഹാൻഡ് മെയ്ഡ്, മിൽബോൺ, ലോൺ പേപ്പർ. ഹാൻഡ് മെയ്ഡ്, മിൽബോൺ, ലോൺ പേപ്പർ.
ഏത് ആർട്ട് ഗാലറിയാണ് 2024 ജൂലൈയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ പതിപ്പ് 48 ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വിറ്റത്? സാഫ്രോൺ ആർട്ട് ഗാലറി, ന്യൂഡൽഹിയിലെ സാഫ്രോൺ ആർട്ട് ഗാലറി. ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതിയുടെ താളുകളിൽ സിന്ധു നദിയുടെ സംസ്കാരം മുതൽ സ്വാതന്ത്ര്യ സമരം വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം ഇലസ്ട്രേഷനുകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഇത് തയ്യാറാക്കിയത്? നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പി സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ലൈബ്രറിയിൽ ഹീലിയം നിറച്ച പെട്ടിക്കുള്ളിലാണ്. ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കനുസൃതമായി ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് പൗരത്വം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് ഭാഗം 2. 2019 പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ് 6B.